നീ ജ്യോതിഷിയാണെങ്കിൽ നിന്റെ മുന്നിൽ വന്നവൻ്റെ പ്രശ്നം നീ അങ്ങോട്ട് പറയണം. അതല്ല അവൻ പറഞ്ഞിട്ട് അവൻ്റെ പ്രശ്നം മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ അവന് വല്ല വക്കീലിനെ പോയി കണ്ടാൽ പോരെ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം പൊരുത്തം എന്ന് പറയുന്ന ഒരു സാധനത്തിന് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ചലഞ്ച് ചെയ്യാം, ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാം. ഒരെണ്ണം എന്നെ തെളിയിച്ച ഒറ്റ ജാതകം, ഒറ്റ പേർ. ഏറ്റവും കൂടുതലും സ്ട്രഗിൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളത് റിലേഷൻഷിപ്സാണ്. ഇപ്പം അങ്ങനെ ആദ്യമേ മരണം ഗണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. മരണം ഗണിക്കാൻ പറ്റും. ഒരു കുട്ടിയുടെ ജന്മസമയം എങ്ങനെ നിശ്ചയിക്കാൻ പറ്റുക? തിയറീസ് പറയുമ്പോൾ തല കാണുന്ന സമയമാണെന്ന് പറയും, ശിരോദർശനം. അത് കഴിഞ്ഞാൽ പിന്നെ കടീബന്ധനം, പൊക്കൽപ്പൊടി മുറിക്കുന്ന സമയം. പിന്നെ രോധനം പറയുന്നുണ്ട്, ശ്വാസം നിശ്വാസം പറയുന്നുണ്ട്, ഭൂസ്പർശനം പറയുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി പേര് പലത് പറഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് എവിടെയും ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളെ ശാസ്ത്രീയമായി പഠിപ്പിച്ചുവിടാൻ നിങ്ങളൊക്കെ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സഹായകമായിട്ടുണ്ട് എന്നുള്ളതാണ്. ആസ്ട്രോളജിയിൽ ഡിപ്ലോമ കോഴ്സാണെന്ന് പറഞ്ഞു. എന്തൊക്കെ കോഴ്സുകളാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്? നമുക്ക് 2 കോഴ്സുകളാണ്. ഒന്ന് ഫാസ്റ്റ് ട്രാക്ക്, മറ്റൊന്ന് ഡിപ്ലോമ. ഡിപ്ലോമ എന്ന് പറയുമ്പോൾ വേദിക് അസ്ട്രോളജിയുടെ ജാതകം, കബഡി പ്രശ്നം, മുഹൂർത്തം. ഈ കബഡി പ്രശ്നം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോഴാണ് ഇന്നിപ്പോൾ കേൾക്കുന്ന ഏറ്റവും വലിയ കോൺട്രവേഴ്സി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കബഡി പ്രശ്നത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ആക്ച്വലി അത് എപ്പോൾ യൂസ് ചെയ്യണം എന്നൊരു തിയറി ഉണ്ട്. കബഡി വെച്ചില്ലെങ്കിൽ ചെന്ന് നോക്കുമ്പോൾ സങ്കടമാണ്. എൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് കബഡിയില്ല. കബഡിയില്ല? കബഡിയുടെ ആവശ്യമില്ലാതെ ഫലം പറയാൻ പറ്റുമെന്ന് ജ്യോതിഷത്തിൽ തന്നെ ആദ്യമേ പറയുന്നുണ്ട്. കബഡി എപ്പോഴാണ്, കബഡി എന്നല്ല പറയുക, സ്വർണ്ണാരൂഢം അല്ലെ സ്വർണ്ണരാശി എന്ന്. ഇപ്പം ജാതകത്തിൽ അവൻ്റെ ജന്മം മുതൽ മരണം വരെയുള്ള ദുഃഖവും സുഖാനുഭവങ്ങളെക്കുറിച്ചിട്ടും വ്യക്തമായി പറയുന്നുവെങ്കിൽ കബഡി അപ്പോൾ അതിനകത്ത് നിൽക്കുന്നതല്ല, അതിന് വെളിയിലുള്ള എന്തോ ടോപ്പിക്കിനെ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, ചില ഡിസിഷൻസിലേക്ക് നമുക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രശ്നമാർഗത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു ടോപ്പിക്, ഒരു പ്രമാണമുണ്ട്. സംപ്രേര്യമാനസ്തവശ്യ ശരീരെ പ്രസക്യ സിഹ്യാന ശുഭാശുഭേന ജ്യോതിർവിധ സന്നിധി മേദിയ സ്മാൽ പ്രശ്നോപിതേ ജന്മലക്ഷ്മനിശ്ചത. അതായത് തൻ്റെ മുന്നിൽ, ജ്യോതിഷിയുടെ മുന്നിൽ എത്തപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സംപ്രേര്യമാനസ്തവശ്യ ശരീരെ, ഒരു വ്യക്തിക്ക് അവൻ്റെ മാനസികാവസ്ഥകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളാലോ ഏതൊന്നാൽ പ്രകൃതിയാലോ നിയോഗിക്കപ്പെട്ടോ പ്രേരിപ്പിക്കപ്പെട്ടോ ജ്യോതിഷിയുടെ അടുത്ത് എത്തിച്ചേരുന്നു, ദൈവജ്ഞൻ്റെ അടുത്ത് എത്തിച്ചേരുന്നുവോ, ആ എത്തിച്ചേർന്ന സമയം കൊണ്ട് തന്നെ അവൻ്റെ ജന്മലഗ്നം എന്ന രീതിയിൽ തന്നെ ഫലം പറഞ്ഞുകൊള്ളാനാണ് പറയുന്നത്. അതിനർത്ഥം അവിടെ കബഡി എടുക്കണമെന്നല്ല, അവൻ്റെ ജാതകം നോക്കണമെന്നുമല്ല. അത് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ആ വന്ന സമയം. ഇനി ആരൂഢം എന്താണെന്നും ഇതേപോലെ അവിടെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്ത് കബഡി എടുക്കേണ്ടത് എപ്പോഴാണ് എന്നുള്ളതാണ്. ആരൂഢം അല്ലെങ്കിൽ വന്ന രാശി നിശ്ചയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് കബഡി എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് താൻ വന്ന സമയം കൊണ്ട് തന്നെ വന്ന എല്ലാ ഫലങ്ങളും നമുക്കവിടെ പറയാവുന്നത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ, ഒരു 10,000-15,000 കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ വാങ്ങിക്കാൻ കിട്ടും. ആ സോഫ്റ്റ്വെയറിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, പേര്, ഇത് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഗ്രഹനില കിട്ടും. അതെ, ചില സോഫ്റ്റ്വെയറുകൾ ഗ്രഹനില ഗ്രഹിച്ച് ജാതകമായിട്ടും കിട്ടും. അതെ. അപ്പോൾ പിന്നെ അത് വാങ്ങി പ്രാക്ടീസ് ചെയ്താൽ പോരെ? താങ്കളുടെ അടുത്തൊന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്? ട്വിൻസിൻ്റെ തീർച്ചയായിട്ടും അങ്ങനെ നല്ലൊരു ചോദ്യമാണ്. ട്വിൻസിൻ്റെ ജാതകം 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരേപോലെ ഇരിക്കും. സെയിം ബലം പറയാൻ പറ്റുമോ? അതിനുള്ള ഉത്തരം ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഒരു സെക്കൻഡ് ജാതകങ്ങളിൽ മാറുമ്പോൾ ഇതെങ്ങനെ ഗണിക്കണമെന്ന് ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കും. അത് എന്തുകൊണ്ട് അത്രയും സ്പെസിഫിക് ആയിട്ട് പോകാൻ പറ്റും, എന്ത് കാരണം, അത്രമാത്രം ഡീപ്പായിട്ട് ജ്യോതിഷത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാതെയോ മനസ്സിലാക്കാതെയോ നമുക്ക് ഹൈപ്പോത്തിക്കൽ ക്വസ്റ്റ്യൻ വരുമ്പം പൊഞ്ഞാണം കുത്തേണ്ടി വരുന്ന അവസ്ഥകളാണ്. ഓക്കെ. അപ്പം അത് എങ്ങനെ എടുക്കണം, ഏത് വിധത്തിലെടുക്കണം, പഠിക്കുന്നത് എന്തിന്, നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? ഫസ്റ്റ് നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുക. ടോപ്പിക് അതാണ്. എന്താണ് ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡ്, അന്ധമായ വിശ്വാസങ്ങൾക്കപ്പുറത്ത് ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡ് എന്താണ്, ഇതൊരാളുടെ ലൈഫിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. കൺസൾട്ടേഷൻസ് ആയിക്കോട്ടെ, അതിന് കബഡി ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പ്രചാരമാണ് ഇന്ന് നടക്കുന്നത്. ആക്ച്വലി അത് തെറ്റാണ്. അതില്ലാതെ ഫലം പറയാൻ പറ്റും. എൻ്റെ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതാണ്. ഇന്നും അത് തന്നെയാണ് ഞാൻ തുടരുന്നത്. താങ്കൾ സോഫ്റ്റ്വെയറിൻ്റെ സഹായം തേടൂ? തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ സഹായം തരും. വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിഷം ആദ്യമേ 2007 കാലഘട്ടത്തിലാണ് ഞാൻ തുടങ്ങുന്നത് തന്നെ. ആ സമയത്ത് ഇത് പഠിക്കുന്നതിന് നമുക്ക് അൽഗോരിതമൊക്കെ ഉപയോഗിച്ച് ലഗ്നത്തിൻ്റെ സ്ഫുടമൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള കുറേ സമയം എടുക്കാമായിരുന്നു. അന്ന് അതിൻ്റെ ആക്യുറസിക്ക് തന്നെ വളരെ ചലഞ്ചിങ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു.
ഇന്ന് ഈ സാധനം എല്ലാം സെറ്റ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയറിൽ നമ്മുടെ മുന്നിലാക്കുമ്പോൾ അത്രയും കാൽക്കുലേഷന് വേണ്ടി ടൈം കളയണ്ട. കിട്ടിയിരിക്കുന്ന ഡേറ്റ വെച്ച് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തി ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കുക. 2, അത് ഒരിക്കലും ജ്യോതിഷി എന്ന നിലയിൽ അവരോട് നിങ്ങൾ എന്തിനു വന്നു എന്ന് ചോദിക്കാൻ പാടില്ല എന്നാണ് എന്നെ എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുള്ളത്. നീ ജ്യോതിഷിയാണെങ്കിൽ നിന്റെ മുന്നിൽ വന്നവൻ്റെ പ്രശ്നം നീ അങ്ങോട്ട് പറയണം. അതല്ല അവൻ പറഞ്ഞിട്ട് അവൻ്റെ പ്രശ്നം മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ അവന് വല്ല വക്കീലിനെ പോയി കണ്ടാൽ പോരെ. ഇപ്പോഴത്തെ ഒരു നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജോത്സ്യൻ്റെ അടുത്ത് ചെല്ലുന്നു, ഇരിക്കാൻ പറയുന്നു, ഇരിക്കുന്നു, എന്തായിരുന്നു കാര്യം, അപ്പോൾ കാര്യം പറയുന്നു, ഓക്കെ സമയം പറ, പ്ലേസ് ഓഫ് ബർത്ത്, ഓക്കെ, ശനി, കുംഭം, മീനം, മേടം, ഇടം, ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണ പ്രശ്നമാണല്ലേ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു. ശരി, മറ്റേ കബഡി എടുക്കുന്നു. ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ ലൈവായിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ പറയുന്ന ഓൺലൈൻ ക്ലാസ് ആണോ? ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും, രണ്ടും സെയിം ടൈമിലാണ്. വീക്കിലി 2 ദിവസം. എത്ര മാസത്തെ കോഴ്സ്? 5 മന്തിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് കോഴ്സും ഉണ്ട്. അതിനകത്ത് കബഡി പ്രശ്നമോ മുഹൂർത്തമോ കണ്ടന്റുകളോ ഒന്നുമില്ല. ബേസിക്സും അതിനകത്ത് ഒരാളുടെ ജാതകം നോക്കി ഫലം പറയാനും അതിന് അവർക്ക് വേണ്ട റെമഡിയൽ സൊല്യൂഷൻസ് ഒക്കെ എന്താണ്, എങ്ങനെ നോക്കണം, ഏത് വിധത്തിൽ നോക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയാനായിട്ട് നമ്മളതിനെ പഠിപ്പിക്കും. അത് വളരെ ഡീപ്പായിട്ട് തന്നെ ഉണ്ടാവും. എന്നാൽ ഈ ഒരു 1 ഇയർ ഡിപ്ലോമയിലേക്ക് വരുമ്പോൾ കബഡി പ്രശ്നവും അതുപോലെ തന്നെ മുഹൂർത്തവും കണ്ടൻറ്റുകളും കവർ ചെയ്യുന്നുണ്ടാവും. പൊരുത്തമില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം പൊരുത്തം എന്ന് പറയുന്നൊരു സാധനത്തിന് യാതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഒറ്റ കാരണമാണ്, ഒരാൾ എപ്പോൾ വിവാഹം കഴിക്കും എന്നുള്ളത് അവന് വിധിയാൽ ഓൾറെഡി ഉണ്ട്. ആ കാലയളവിൽ അവൻ വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ബന്ധത്തിലേക്കോ അവൻ എത്തിച്ചേരും. ആ ബന്ധം നിലനിൽക്കുമോ ഇല്ലയോ അവൻ എപ്പോൾ മരിക്കും. ഈ ബന്ധം വരുന്നതിൻ്റെ പേരിൽ അവൻ അനുഭവിക്കേണ്ടതായ കാർമിക് കണക്ഷൻസ് അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അവനത് കവർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതല്ല, ഈ പൊരുത്തത്തിലൂടെ ഈ പ്രശ്നമെല്ലാം മാറ്റി തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ ചലഞ്ച് ചെയ്യാം, ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാം. ഒരെണ്ണം എന്നെ തെളിയിച്ച ഒറ്റ ജാതകം, ഒറ്റ പേർ. രണ്ടാമത്തത്, ഒരുവൻ എപ്പോഴൊരു പേരിനെ കണ്ടുമുട്ടണം, അവരിലൂടെ എന്തൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തണം, അവർ മുഖാന്തരം എന്തൊക്കെ ക്ലേശങ്ങളോ സന്തോഷങ്ങളോ അനുഭവിക്കണം. ഇതൊരു പൊരുത്തത്തിന് എവിടെയാണ് മാറ്റാൻ പറ്റുക? പറ്റില്ല. ഇങ്ങനെ തന്നെ കല്യാണം കഴിച്ചേ മതിയാകൂ എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 12,000-ഓളം അടുപ്പിച്ച് ജാതകങ്ങളുണ്ട്. എൻ്റെ സിസ്റ്റത്തിൽ നോക്കിയ എല്ലാ ജാതകങ്ങളും ഇപ്പോഴും സേവ്ഡാണ്. എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, ഏറ്റവും കൂടുതലും സ്ട്രഗിൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളത് റിലേഷൻഷിപ്സാണ്. കാരണം 2 വ്യക്തികളുടെ കാർമിക്സാണ്. ഒരാൾക്ക് ഇത് തീർക്കണമെന്ന് തോന്നിയാൽ മറ്റൊരാൾക്ക് ഈഗോ അടിച്ചിരിക്കുകയാണെങ്കിൽ തീർക്കാൻ അവരിറങ്ങിത്തിരിക്കത്തില്ല. അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നു, 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യും? അവർ ഹാപ്പിയാവും, ശരിയാക്കാൻ പറ്റും. അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് മനപ്പൊരുത്തം, അല്ലേ? ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ ആ കുടുംബക്കാർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരുമിച്ച് നിൽക്കാതെ നീ കാരണമാണ് ഞാൻ കാരണമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുക? ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള ക്വാളിറ്റി കിട്ടുമോ എന്നുള്ളത് മനപ്പൊരുത്തത്തിനെ പരിശോധിക്കണം. അവിടെയാണ് മനപ്പൊരുത്തത്തിൻ്റെ പ്രാധാന്യം. അത് 3-ാം ഭാവം എന്ന് പറയുന്ന ഭാവത്തിലാണ്. അപ്പം ഈ പൊരുത്തം, ജാതകം, പൊരുത്തമില്ല, ജാതകം, കബഡി പ്രശ്നം, മുഹൂർത്തം, ഇത് 3മാണ് ഈ ഒരു വർഷത്തെ കോഴ്സിൽ പഠിക്കുന്നത്. അതെ. ഫാസ്റ്റ് ട്രാക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ ജാതകവും കബഡി പ്രശ്നമില്ല, ജാതകം ഡീകോഡ് ചെയ്യൽ മാത്രം. ഡീകോഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പം ഈ ആർക്കൊക്കെ ഈ കോഴ്സ് പഠിക്കാം? UGCയുടെ അല്ലെങ്കിൽ അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പാസ്സാവാനാണെങ്കിൽ 10th മിനിമം സർട്ടിഫിക്കേഷൻ വേണം. കാരണം അതിന് ഇൻ്റർനാഷണലി അവർ വേണ്ട വെരിഫിക്കേഷൻസും എല്ലാം എവിടെ കൊടുത്താലും അറ്റസ്റ്റേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അതിന് 10th സർട്ടിഫിക്കേഷൻ ഇല്ല, പറ്റത്തില്ല. അതല്ല, എനിക്കൊരു കൗതുകമാണ്, പഠിക്കണം, ആർക്ക് വേണമെങ്കിലും പഠിക്കാം, ഏജ് ഒരു ഘടകമേ അല്ല. ഇത് ഒരു എന്താ പറയുക, പ്രപഞ്ചത്തിൻ്റെയും ഗുരുക്കന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹത്താൽ എനിക്ക് 65 വയസ്സ് പ്രായമുള്ള നല്ല എന്നേക്കായിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള അസ്ട്രോളജർ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായിട്ട് എനിക്ക് അപമാനകരമായിട്ട് പറയാവുന്നതാണ്. അത് വളരെ ഡീകോഡ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്തൊരു സർട്ടിഫിക്കേഷൻ എന്നുള്ളതിനപ്പുറത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇനിയിപ്പം നിലവിൽ ജ്യോതിഷികളായിട്ടിരിക്കുന്നവർക്ക്
കൂടുതൽ പഠിക്കാനുണ്ടെന്ന്. എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. നമ്മൾ ഇഷ്ടംപോലെ പഠിക്കാം, എത്ര പഠിച്ചാലും തീരില്ല. ഇപ്പം അങ്ങനെ ആദ്യമേ എന്നെ ചോദിച്ചു, മരണം ഗണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. മരണം ഗണിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഗണിക്കാൻ പറ്റുമോ? സർട്ടൻ കണ്ടീഷൻസിലുള്ളത് ഉറപ്പായിട്ടും അതിൻ്റെ ക്ലാസ്സസ് എൻ്റെ കഴിഞ്ഞ ബാച്ചുകളിലെ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ, ഞാൻ മരിച്ച ജാതകം, ഒരാൾ മരിച്ചു, അവരുടെ ജാതകം കൊണ്ടുവന്നാൽ പഠിക്കാൻ എടുക്കില്ല. നമുക്ക് വേണ്ട എന്താ, ഇത്രാം തീയതിയോ അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിലോ മരണപ്പെടാൻ പോകുന്ന ജാതകമാണിത്. ലൈവ് എക്സ്പീരിയൻസസ് ആണ് സ്റ്റുഡൻസിനുള്ളത്. അത് കഴിഞ്ഞ ബാച്ചിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, 33 വയസ്സുള്ളൊരു പയ്യൻ്റെ. അതിൻ്റെ ക്ലാസ്സുകളുടെ ഫുൾ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. നമ്മൾ അതാണ് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുക. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഇന്ന് വരെ ഞാൻ കണ്ടെത്തിയ തിയറീസ്, ആ തിയറി എനിക്ക് 100% ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറയും ഇങ്ങനെയാണ്. ജ്യോതിഷം പഠിക്കുന്ന ഒരു വ്യക്തിയുടെ ജാതകം 100% നമുക്ക് പറയാൻ പറ്റും. എൻ്റെ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് ഞാൻ തുടങ്ങുന്നത് തന്നെ, നിങ്ങൾക്ക് സ്വയം നോക്കാമെങ്കിലും നോക്കൂ, നിങ്ങൾ ജ്യോതിഷം പഠിക്കാൻ ഇറങ്ങിയെത്തിയത് നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ദശയോ അപഹാരമോ നടക്കുകയോ, അതല്ലെങ്കിൽ ഈ 2 ഗ്രഹങ്ങൾ ഇരിക്കുന്ന രാശിയുടെ നാഥൻ്റെ ദശയോ അപഹാരമോ നടക്കുന്ന സമയത്തായിരിക്കും. ഇത് മാറില്ല. ഇത് കൺഫേം തിയറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും പറയുന്നതിനകത്ത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. ഓരോ ടോപ്പിക്കിലും നമുക്ക് കോൺഫിഡൻസോട് കൂടി പോകാൻ പറ്റും. അതിനർത്ഥം പഠിച്ചതിനേക്കാൾ കൂടുതലും നമ്മൾ കണ്ടൻറ്റുകൾ ഇനിയും റിസർച്ച് ചെയ്യേണ്ടതായിട്ട്. നിർഭാഗ്യവശാൽ നമുക്ക് ഈ ജ്യോതിഷത്തിന് റിസർച്ച് പാനലുകളില്ല. കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. അവിടെ ഇവിടെയൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന ഡേറ്റാസ്, ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നത്, നിങ്ങൾ 30 സ്റ്റുഡൻസാണ് ഒരു ബാച്ചിൽ, 30 പേരോട് പറയും, നിങ്ങൾ ഓരോ നേഴ്സിൻ്റെ ജാതകം നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന ആളുടെ കയ്യിൽ നിന്നും വിത്ത് ഫോട്ടോ അവരോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വാ. നമുക്ക് 30 പേര് ഓരോ ജാതകം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 30 നേഴ്സിൻ്റെ ജാതകങ്ങളാണ് കിട്ടുക. ഈ 30 ജാതകത്തിലും കോമൺ ആയിട്ട് ഇവർ നേഴ്സ് ആവാനുള്ള കണ്ടന്റ് ഉണ്ടാവും. അപ്പം കുട്ടികൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ്, ഇതൊരു നേഴ്സിൻ്റെ ജാതകമാണ്, സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും. നേഴ്സിൻ്റെ റൂൾ എന്താണ് അവർക്ക് പറയാൻ പറ്റും. അതേപോലെ ഡോക്ടറിൻ്റെ റൂൾ എന്താണ്, ഗവൺമെൻറ് എംപ്ലോയറിൻ്റെ റൂൾ എന്താണ്. ഞാൻ പറയും, നിങ്ങൾ പോലീസുകാരൻ്റെ എടുക്കുകയാണോ, IPSകാരൻ്റെ എടുക്കുകയാണോ, എത്ര പേരുടെ ആയാലും കൊണ്ടുപോവാം. പക്ഷെ ഒറ്റ കണ്ടീഷനാണ്, എൻ്റെ മാമൻ്റെ മക്കൾ തന്നാണ്, കുഞ്ഞുമക്കൾ തന്നാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കൊണ്ടല്ല. നിങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് സംസാരിച്ചിട്ട് എടുത്തിട്ട് വരണം. ഇതാണ് എൻ്റെ ഡേറ്റ, എനിക്കിതാണ് അറിവുള്ളത്, അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ല, ഇത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ മഹാത്മാഗാന്ധിയുടെ ജാതകം ഇതാണ്, മോഹൻലാലിൻ്റെ ജാതകം ഇതാണ്, ഇത് ഞാൻ ചോദിക്കാൻ വെച്ചത്, പല ആളുകളും ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, മോഹൻലാലിൻ്റെ ജാതകം ഡീകോഡ് ചെയ്തപ്പോൾ, മമ്മൂട്ടിയുടെ ജാതകം ഡീകോഡ് ചെയ്തപ്പോൾ, അടുത്ത് എനിക്ക് ശരത്തേട്ടനാണെന്ന് തോന്നുന്നു, ശബരിമല നമ്മുടെ ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ അല്ല, അയ്യപ്പൻ്റെ 12 രാജകുമാരൻ്റെ ജാതകം ഡീകോഡ് ചെയ്ത കഥ പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാവുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിന് ഒറ്റത്രേ ഉള്ളൂ, നമ്മളതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് എടുക്കുന്നത് മാത്രമാണ്. അത് വിശ്വാസത്തിന്. ഇപ്പം അയ്യപ്പൻ്റെ ജാതകം, അയ്യപ്പൻ നേരിട്ട് വന്ന് പറഞ്ഞില്ല ഇതെൻ്റെ ജാതകമാണെന്നും അല്ലാന്നും പറഞ്ഞില്ല. മോഹൻലാൽ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ ജാതകം ഇഷ്ടം പോലെ പോകുന്നുണ്ട്. എവിടെങ്കിലും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടോ അതെൻ്റെ ജാതകമാണെന്നും? ഇല്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളേ ഉള്ളൂ, എലോൺ മസ്കിൻ്റെ ജാതകം. മൂപ്പര് തന്നെ പറയുന്നുണ്ട്, ഞാൻ ജനിച്ച സമയം ഇന്നതാണ്, ഇന്നടത്ത് ജനിച്ചെന്ന്. പുള്ളി തന്നെ ജാതകത്തെക്കുറിച്ചല്ല പറയുന്നത്, പുള്ളി അങ്ങനെ പറയുന്നത്. ഈ ലോകസമ്പന്നരിൽ നിന്ന് എല്ലാ ആൾക്കാരെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ശരിക്കും വിശ്വാസികളല്ല. 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല. അവർ ബേസിക്കലി ജന്മനാൽ വിശ്വാസം ഉണ്ടെങ്കിലും അവരുടെ ആക്ഷൻസിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതെ, കൃഷ്ണൻ പറഞ്ഞല്ലേ, കർമ്മമാണ് ധർമ്മം. അതെ അതെ, ആ വഴിക്ക് പോകാത്തത്. ഓക്കെ, ഞാൻ വേറെ സംശയിക്കട്ടെ. ഈ നേരത്തെ നമ്മൾ കുട്ടികളുടെ ജന്മവുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടത്തിയ കാര്യം, അപ്പോൾ അവിടെ ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ മാറ്റി വെച്ചാണ്. ഈ ഒരു കുട്ടിയുടെ ജന്മസമയം എങ്ങനെ നിശ്ചയിക്കാൻ പറ്റുക? തിയറീസ് പറയുമ്പോൾ തല കാണുന്ന സമയമാണെന്ന് പറയും, ശിരോദർശനം. അത് കഴിഞ്ഞാൽ പിന്നെ ഘടീബന്ധനം, പൊക്കൽക്കുടി മുറിക്കുന്ന സമയം, പിന്നെ രോധനം പറയുന്നുണ്ട്, ശ്വാസം നിശ്വാസം പറയുന്നുണ്ട്, ഭൂസ്പർശനം പറയുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി പേര് പലത് പറഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് എവിടെയും ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാൻ നടത്തിയ റിസർച്ച് എന്ന് പറയുന്നത്, ഇതിലേത് തിയറിയാണ് റിയാലിറ്റിയിലുള്ളത്? അപ്പോൾ പണ്ടുള്ളവർ പറയും ഉദരത്തിൽ ജനിക്കുന്ന സമയമാണ് സമയം. ഉദരത്തിൽ ജനിച്ച സമയം ഒറ്റ ചോദ്യം, ശരീരമല്ലേ നമ്മളുടെ. അപ്പം ഞാനും അങ്ങും ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മൾ ജനിച്ചത് കൊണ്ടാണ്. നമ്മൾ രണ്ടുപേരും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്ത് എത്തിയ ഒരു സമയം മുതൽ ഇങ്ങോട്ടിപ്പോഴും ഇരിക്കുന്നത് കൊണ്ടാണ്. ജനിക്കാത്തൊരു കൊച്ചിന് ജാതകം നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം പിന്നെ ആ ഒരു ടോപ്പിക്കിന് പ്രസക്തി ഇല്ല. അതാണ് എല്ലാം എന്ന് നിശ്ചയിക്കുന്നതിന് അർത്ഥമില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ അമ്മയുമായിട്ടുള്ള ബന്ധം ഡിറ്റാച്ച് ആവുന്നത് ഏതാണോ എപ്പോഴാണോ, അതിനു മുമ്പേ ശ്വസിച്ചു പോലും ഇല്ല പോലും,
അതാണ് ജാതകം. അത് ഒബ്ലിക്കൽ കോഡാണ്. അപ്പം എൻ്റെ റിസർച്ച് പോയതും അതിന് വേണ്ടിയിട്ടാണ്. അത് 45 കുട്ടികളുടെ തല കാണുന്ന ടൈം വിത്ത് സെക്കൻഡ്സ് ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്തു. പ്ലസ് അതിനോടൊപ്പം തന്നെ അതേ കുട്ടികളുടെ തന്നെ ഒംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്ന ടൈം വിത്ത് സെക്കൻഡ്സും കളക്ട് ചെയ്തു. ഇത് നമുക്ക് അസ്ട്രോളജി തിയറി പ്രകാരം ഒംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്ന ടൈമിലാണ് കണക്ട് ആയത് ഈ 45 ജാതകത്തിൻ്റെ ഡേറ്റയും. അത് കഴിഞ്ഞിട്ട് ഇതൊരു 700 ജാതകങ്ങളിൽ അപ്ലൈ ചെയ്തു. ഈ 700 ജാതകങ്ങളിൽ അപ്ലൈ ചെയ്തപ്പോൾ ഇതിന് കൃത്യമായ ഒരു നേരത്തെ പറഞ്ഞ ഓൾറെഡി ഉള്ള തിയറിയിൽ നിന്നും ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വന്ന അഡ്വാൻസ്ഡ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാറ്റേൺസുകളും അതിൽ നിന്ന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുന്നിൽ വരുന്ന ജാതക സമയം എത്രമാത്രം ശരിയാണ് എന്നുള്ളതും നമുക്കത് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതെടുത്തു കഴിഞ്ഞാൽ വരുന്ന ആളുടെ കയ്യിൽ നിന്ന് ജ്യോതിഷം എന്ന നിലയിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസോട് പറയും, നിങ്ങൾ മേടിക്കേണ്ടത് എന്താ, അവരുടെ ഡേറ്റ് പേര് ചോദിക്കുക, വന്ന കാര്യം മിണ്ടാണ്ടിരിക്കാൻ പറയുക, പേര് ചോദിക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുക, സമയം ചോദിക്കുക, 2 നക്ഷത്രം ചോദിക്കുക, ജനിച്ച സ്ഥലം ചോദിക്കുക. ഇത്രയും കണ്ടന്റുകൾ എടുത്ത് നിങ്ങൾ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യൂ. അനലൈസ് ചെയ്തിട്ട് കുട്ടിയുടെ അച്ഛനുമായിട്ട് ഉള്ള ബന്ധത്തെ കുറിച്ചിട്ട് ജാതകപ്രകാരം അച്ഛനും അച്ഛൻ്റെ പൂർവിക സ്വത്തുക്കളെ കുറിച്ചിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാവും. അത് ഇന്ന ഫലമായിരിക്കും, അതായത് പൂർവിക സ്വത്ത് അച്ഛന് ലഭിച്ചിട്ടുണ്ട് ഇല്ല, അച്ഛനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇല്ല, ഇങ്ങനെ ഒരു കണ്ടന്റ് അവിടെ കണക്ട് ചെയ്യാം. അമ്മയുടെ കാര്യത്തിലും ഇങ്ങനെ കണക്ട് ചെയ്യാം, സഹോദരങ്ങളുടെ കാര്യത്തിൽ ഇത് കണക്ട് ചെയ്യാം. ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവരെന്തിനു വന്നതാണെന്നും കണക്ട് ചെയ്യാം. ഇത്രയും കണ്ടന്റുകൾ കണക്റ്റഡ് ആണ് എങ്കിൽ അവരെന്തിനു വന്നതെന്ന് പറയാൻ പറ്റും. അപ്പം ആ ഒരു കണക്ഷൻസ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ വന്നവർ തന്നെ വളരെ റിലാക്സ്ഡ് ആവും. എന്താ പറയുക, ഞാൻ വന്നത് എന്തിനാന്നുള്ളത് ഇയാൾ പറഞ്ഞു കഴിഞ്ഞു. അതെ, എനിക്ക് വേണ്ട ടോപ്പിക്കുകളും എനിക്ക് വേണ്ട സൊല്യൂഷനും. 2, ഇത് പരസ്യം ചെയ്തിട്ട് ആളെ കൊണ്ടുവരാൻ പാടില്ല. അത് നേരിട്ട് അവർ അതിന് സമയമാകുമ്പം യൂണിവേഴ്സിറ്റി കണക്ട് ചെയ്യും. അതാണ് ആ പ്രമാണത്തിലുള്ളത്. സംപ്രേര്യമാനസ്തവശ്യ ശരീരി, ആവശ്യക്കാരൻ അന്വേഷിച്ച ആ സമയത്ത് എത്തിയിരിക്കും. പത്തനംതിട്ട മലയാളപ്പുഴമ്പലത്തിലൊക്കെ പോകുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ ജ്യോതിശാലയങ്ങളുടെ വലിയ കട്ടൗട്ടറുകളാണ്, സിനിമ പോസ്റ്ററുകളെ വെല്ലുന്ന കട്ടൗട്ടറുകളാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും. ശ്രീകാന്ത് ഇതിന് പരസ്യമൊന്നും ചെയ്യാറില്ലേ ജ്യോതിശാലയത്തിൽ? ലൈഫിൽ ഇന്ന് വരെ ഞാൻ ഒരു പരസ്യം കൂടി കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരു പരസ്യവും ചെയ്തിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓഫ് കോഴ്സ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ക്ലാസ്സസിൻ്റെ പരസ്യം കണ്ടിട്ട് കൺസൾട്ടേഷന് വിളിക്കുന്നുണ്ട്, ഞാൻ കൺസൾട്ട് ചെയ്തില്ല. നേരിട്ട് വന്നാലല്ല, അവരോട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സസിൻ്റെ പരസ്യം കണ്ട് വിളിക്കുന്നവർക്ക് കൺസൾട്ടേഷൻ ഇല്ല. അതിന് പിന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത് യൂണിവേഴ്സ് അവരെ അനുവദിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുത്ത് പിന്നെത്തും. നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് അത് ഞാൻ എപ്പോഴും എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞും കേട്ടിട്ടുണ്ട്, അല്ലാതെ ഞാൻ തന്നെ പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ മുന്നിലേക്ക് ഇപ്പം ഞാൻ ബോർഡ് വെച്ചു അല്ലെ പരസ്യം ചെയ്തു, നമ്മുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് എന്ന് തീരും എന്ന് അറിയാനൊരു ജിജ്ഞാസ അയാളുടെ ഉള്ളിലുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം ഓരോ വിഷയത്തിന് പോയിക്കൊണ്ടിരിക്കുക, ഇതൊന്നും ശരിയാവാതെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ജ്യോതിശാലയം എന്നാ ഒന്ന് കയറിയേക്കാം, എന്താ സംഭവം എന്നൊന്ന് അറിഞ്ഞേക്കാം. ഇങ്ങനെ ലോകത്ത് കയറാൻ, അതായത് ബോർഡ് കണ്ടാൽ ലോകത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് എന്നാ ഒന്ന് കയറിയേക്കാമെന്ന് പറഞ്ഞ് കയറാൻ തോന്നുന്ന ലോകത്തെ ഏക സ്ഥാപനം ജ്യോതിശാലയമാണ്. വേറൊരിടത്തും കയറില്ല.